ചില രാഷ്ട്രീയ നേതാക്കൾ കുറച്ച് നാളുകളായിട്ട് കൂട് വിട്ടൊരു കൂടുമാറ്റം നടത്തുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇത്ര നാൾ നിങ്ങൾ തെറി വിളിച്ച ഒരു പ്രസ്ഥാനം, നിങ്ങൾ മൈക്കെടുത്ത് ജനങ്ങൾ കേക്കെ കുറ്റം പറഞ്ഞ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഒരു പ്രിയപ്പെട്ട പ്രസ്ഥാനമാവുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊപ്പം കൈയടിക്കാൻ വേണ്ടി നിന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുക എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് അവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്? അതായത് നിങ്ങൾക്ക് അധികാരമോഹങ്ങളാണോ, മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളാണോ, എന്ത് വാഗ്ദാനമാണ് അവിടെ നിന്ന് കിട്ടിയത്? പിന്നെ വേറൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇത്രയും നാളും നിങ്ങളുടെ പുറകെ നടന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഫ്ലക്സ് ഒട്ടിക്കാനും അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഒട്ടിക്കാനും കൈയടിക്കാനും നടന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴിക്കുക. അവരോട് നിങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ലേ? പിന്നെ വേറൊരു ചോദ്യം: നിങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, അവരോട് നിങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ലേ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉത്തരം പറയേണ്ട ഒരാൾക്കാരോടാണ് കേട്ടോ. കാരണം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് തന്നെ പ്രവർത്തിച്ചിട്ടും ഒരു സ്ഥാനമാനങ്ങളോ ഒരു നേട്ടങ്ങളോ കിട്ടാത്ത ഒരുപാട് പൊതുപ്രവർത്തകർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരോടും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇതൊക്കെയും ഒരു സാധാരണക്കാരായിട്ടുള്ള നിലയിൽ ഞങ്ങളുടെ ചോദ്യങ്ങളാണ്. ഇതിനെല്ലാം തന്നെ ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ കടമയാണ്.